വടക്കും കിഴക്കും ചരിഞ്ഞ ഭൂമിയാണ് ഏറ്റവും വാസ്തുയോഗ്യമായ ഭൂമി. റോഡുകൾ കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും റോഡ് വരുന്നത് ഏറ്റവും നല്ല ഭൂമിയായി വാസ്തുവിൽ അതിനെ കണക്കാക്കി താമസിക്കുന്നുണ്ട്. എപ്പോഴും കന്നിമൂല ഭാഗം ഉയർന്നിരിക്കണം, വടക്ക് കിഴക്ക് ഭാഗം ഏറ്റവും താഴ്ന്നിരിക്കണം. വസ്തു സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ആകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു കിച്ചൺ വരുന്നത് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് നമ്മുടെ സമ്പത്ത് വർദ്ധിക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ്. അതേപോലെ തന്നെ വീടിന്റെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് മാത്രമേ തീയിടാവൂ, അതായത് അതാണ് അഗ്നികോണം. ഫെങ്ഷു പ്രകാരം തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്കി ബാമ്പ് പോലുള്ള ചെടികൾ വെക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിക്ക് നല്ലതാണ്. ഇനി അവിടെ തീരെ വന്നുകൂടാത്ത കാര്യങ്ങളെന്ന് പറയുന്നത് അവിടെ സെപ്റ്റിക് ടാങ്കോ വേസ്റ്റ് വാട്ടറിന്റെ കുഴിയോ കിണറോ വരാൻ പാടില്ല. ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ സ്ത്രീകൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യത അവിടെ കൂടുമെന്ന് വാസ്തുവിൽ പറയുന്നു. തെക്ക് കിഴക്ക് മൂല ഫെങ്ഷു പ്രകാരം കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിയുടെ ദിക്കായി കണക്കാക്കുന്നുണ്ട്. തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ളൊരു നിർമ്മിതി ആ കുടുംബത്തിലെ മൂത്ത മകളെ സാരമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫെങ്ഷു കൺസൾട്ടന്റിനെ കാണിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവിടെ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവും.